പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ളവരാണ് ഇസ്ലാമിലെ വ്രതം പാലിക്കേണ്ടത്. എന്നാൽ അവരെല്ലാവരും നോമ്പ് നോൽക്കേണ്ടതുണ്ടോ? ന്യായമായ കാരണമുള്ളവർ നോമ്പ് നോൽക്കേണ്ടതില്ല. വ്രതബാധ്യതയിൽ നിന്ന് വ്യക്തികളെ ഒഴിവാക്കുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണെന്നും നോമ്പ് നിർബന്ധമില്ലാത്ത കക്ഷികൾ ആരൊക്കെയാണെന്നും നമുക്ക് ഹ്രസ്വമായി പരിചയപ്പെടാം. 1. രോഗികൾ, അതായത് നോമ്പ് പിടിച്ചാൽ രോഗം കൂടും, സുഖപ്പെടാൻ വൈകും, അല്ലെങ്കിൽ ജീവന് അപകടമുണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന രോഗം. സുഖം പ്രാപിക്കുന്ന രോഗമാണെങ്കിൽ പിന്നീട് നോമ്പെടുത്തു വീട്ടണം. നിത്യരോഗമാണെങ്കിൽ ഫിദ്യ ചെയ്യണം, അതായത് ഒരു നോമ്പിന് പകരം ഒരു ദരിദ്രനെ ഭക്ഷിപ്പിക്കുക. 2. യാത്രക്കാർ, യാത്ര പ്രയാസമുള്ളതാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. റമളാനിന് ശേഷം ഖളാ വീട്ടിയാൽ മതി. 3. ഗർഭിണികൾ, നോമ്പ് പിടിച്ചാൽ തനിക്കോ തൻ്റെ ഗർഭസ്ഥ ശിശുവിനോ ആരോഗ്യ പ്രശ്നമുണ്ടാവുമെന്ന് ഭയന്നാൽ നോമ്പ് ഒഴിവാക്കാം. പിന്നീട് ഖളാ വീട്ടിയാൽ മതിയാവുന്നതാണ്. 4. മുലയൂട്ടുന്ന അമ്മമാർ, നോമ്പ് പിടിച്ചാൽ കുഞ്ഞിന് പാല് കുറയും, കുഞ്ഞിൻ്റെയോ അമ്മയുടെയോ ആരോഗ്യത്തിന് ദോഷമുണ്ടാവുമെന്ന് ഭയന്നാൽ നോമ്പ് ഒഴിവാക്കാവുന്നതാണ്. പിന്നീട് നോമ്പ് ഖളാ വീട്ടിയാൽ മതിയാവും. 5. പീരീഡ്സ് അല്ലെങ്കിൽ പ്രസവശേഷമുള്ള ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകൾ, ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കരുത്. ശുദ്ധിയായ ശേഷം ഖളാ വീട്ടണം, അത് നിർബന്ധമാണ്. 6. വൃദ്ധർ, നോമ്പ് പിടിക്കാൻ ആരോഗ്യമില്ലാത്തവർ, പിന്നീട് കഴിവ് വരുമെന്നും അവർക്ക് പ്രതീക്ഷയില്ല. അങ്ങനെയെങ്കിൽ ഖളാ വീട്ടേണ്ടതില്ല, ഫിദ്യ കൊടുത്താൽ മതിയാവും. 7. തീവ്രമായ വിശപ്പോ ദാഹമോ മൂലം, ജോലി അല്ലെങ്കിൽ സാഹചര്യം കാരണം നോമ്പ് തുടരുന്നത് ജീവന് അപകടത്തിലാണെങ്കിൽ അപ്പോൾ മാത്രം നോമ്പ് ഒഴിവാക്കി പിന്നീട് നോമ്പ് എടുത്തു വീട്ടേണ്ടതാണ്.